നമ്മുടെ പെൺമക്കളുടെ നെറ്റിയിൽ നിന്ന് ആര് സിന്ദൂരം തുടച്ചു നീക്കിയോ അവരുടെ സഹോദരിയെ തന്നെ അയച്ച് നമ്മൾ അവരെ ഒരു പാഠം പഠിപ്പിച്ചു എന്നാണ് ഓപ്പറേഷൻ സിന്ദൂറിന് കേണൽ സോഫിയ ഖുറേഷി നേതൃത്വം നൽകിയതിനെക്കുറിച്ച് മധ്യപ്രദേശിലെ BJP മന്ത്രി കുൻവാർ വിജയ് ഷാ പറഞ്ഞത്. ഇന്ത്യയിലെ സമുന്നതയായ ഒരു സൈനികോദ്യോഗസ്ഥ BJP നേതാവിന് പാകിസ്ഥാനികളുടെ സഹോദരിയാണ്. അവരുടെ സഹോദരി എന്നതുകൊണ്ട് വിജയ് ഷാ ഉദ്ദേശിക്കുന്നത് മുസ്ലിം എന്ന അവരുടെ മത സ്വത്വമാണ്. ഇന്ത്യൻ സേനയിൽ വലിയൊരു പദവി വഹിക്കുന്ന ആളായിട്ടും സോഫിയ ഖുറേഷിയെ അവരുടെ മതസ്വത്വത്തിലേക്ക് ചുരുക്കാൻ ഒരു BJP നേതാവിനെ സഹായിക്കുന്നത് കേവലമായ അയാളുടെ മതവർഗീയ നിലപാട് മാത്രമല്ല, സംഘപരിവാർ ആന്തരികവത്കരിച്ചിരിക്കുന്ന യഥാർത്ഥ ഇന്ത്യക്കാർ ആരാണ് എന്നതിനെക്കുറിച്ചുള്ള നിർവചനം കൂടിയാണ്. ആരാണ് യഥാർത്ഥ ഇന്ത്യക്കാർ എന്നത് സംബന്ധിച്ച് RSSന് കൃത്യമായ നിർവചനങ്ങളുണ്ട്. പ്രത്യേകിച്ചും RSSന്റെ മുഖ്യ താത്വികാചാര്യൻ MS ഗോൾവാൾക്കറുടെ എഴുത്തിൽ. കുൻവാർ വിജയ് ഷാ സോഫിയ ഖുറേഷിയെക്കുറിച്ച് നടത്തിയ ആ പരാമർശത്തിന് കൃത്യമായ ആശയ അടിത്തറയുണ്ടെന്ന് വ്യക്തം. വി ഓർ അവർ നേഷൻഹുഡ് ഡിഫൈൻഡ് എന്ന പുസ്തകത്തിൽ എന്തുകൊണ്ട് ഹിന്ദു മാത്രം ഇന്ത്യയിലെ മൗലിക, പ്രാഥമിക, സ്വാഭാവിക വാസിയാകുന്നു എന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട് ഗോൾവാൾക്കർ. 6 തൂണുകളാണ് പ്രധാനമായും ഗോൾവാൾക്കറുടെ ആ ദേശീയ സ്വത്വ സങ്കല്പത്തിനുള്ളത്. ഒന്നാമതായി, ഹിന്ദുക്കൾ ഇന്ത്യയിലെ നിരവധി സമുദായങ്ങളിൽ ഒന്ന് മാത്രമല്ല, ഈ മണ്ണിൻ്റെ മക്കളായി ഇവിടെ ജീവിച്ചു വരുന്നത് അവർ മാത്രമാണെന്നും ഗോൾവാൾക്കർ എഴുതുന്നു. ഈ കാഴ്ചപ്പാടനുസരിച്ച് RSS ക്രിസ്ത്യൻ മുസ്ലിം മതവിശ്വാസത്തെ വൈദേശികമെന്നും ചരിത്രപരമായി ശത്രുതാപരമെന്നും വിശേഷിപ്പിക്കുന്നു. അതായത് അവരുടെ ഭാരതീയത്വം സ്വാഭാവികമല്ല. രണ്ടാമത്, ഈ പ്രദേശത്ത് ജനിച്ചതുകൊണ്ട് മാത്രം അവർ ഈ ദേശീയ അസ്തിത്വം സ്വന്തമാക്കുന്നില്ല എന്നതാണ്. അതായത് ഒരു രാജ്യത്തെ ജന്മം കൊണ്ട് അവിടുത്തെ ദേശീയത ലഭ്യമാകുന്നു എന്ന ആധുനിക മതേതര ആശയത്തെ ഗോൾവാൾക്കറും RSSും തള്ളിക്കളയുന്നു. ഇത് നിർണായകമാണ്. കാരണം നിയമപരമായുള്ള പൗരത്വ പദവിയെ തള്ളാനും സാംസ്കാരിക അന്യത്വം കൽപ്പിച്ച് വിവേചനം കാട്ടാനും ഈ സങ്കല്പം അനുവദിക്കുന്നു. മൂന്നാമത്, ദേശീയത പരീക്ഷിക്കാൻ നിർണായകമായത് മാനസിക വിധേയത്വ പരീക്ഷയാണ്. അതായത് ഭരണഘടനയോടോ മതേതര ഭരണകൂടത്തോടോ ഉള്ള കൂറ് മാത്രം മതിയാകില്ല ഇന്ത്യക്കാരാവാൻ എന്നർത്ഥം. ഹിന്ദുരാഷ്ട്രത്തിൻ്റെ സാംസ്കാരിക ആത്മീയ മൂല്യങ്ങളോട് കൂറുള്ളവരാകണം. അത് പരിശോധിക്കാനുള്ള അവകാശമാവട്ടെ സാംസ്കാരിക മേധാവിത്വമുള്ളവർക്കായിരിക്കും. നാലാമത്, ചില സമുദായങ്ങൾക്ക് പൂർണ്ണമായും ഇന്ത്യൻ ദേശീയ സ്വത്വത്തിൽ ഇഴുകിച്ചേരാൻ കഴിയില്ല എന്ന സങ്കല്പമാണ്. കുറുനരിയെ തൻ്റെ കുട്ടിയായി വളർത്തിയ സിംഹത്തിൻ്റെ കഥയാണ് ഈ സങ്കല്പം വിശദീകരിക്കാൻ ഗോൾവാൾക്കർ ഉപയോഗിക്കുന്നത്. സിംഹത്തിൻ്റെ കുട്ടിയെപ്പോലെ വളർത്തിയിട്ടും ആനയെ കാണുമ്പോൾ ഭയക്കുന്ന കുറുനരിയിലേക്കാണ് ഗോൾവാൾക്കർ രാജ്യത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങളെ സമീകരിക്കുന്നത്. അഞ്ചാമത്, ന്യൂനപക്ഷങ്ങളുടെ പരിപൂർണമായ സാംസ്കാരിക കീഴടങ്ങലാണ്. ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഇന്ത്യക്കാരായി പരിഗണിക്കപ്പെടണമെങ്കിൽ അവരുടെ വൈദേശിക മതമനോഭാവം കൈവെടിയണം. അവർക്ക് അങ്ങേയറ്റം വ്യക്തിപരമായ ഇഷ്ടങ്ങൾ പ്രകാശിപ്പിക്കാൻ പരിമിതമായ ഇടങ്ങളെ ഉണ്ടാകാവൂ എന്നും ഗോൾവാൾക്കർ നിഷ്കർഷിക്കുന്നു. ആറാമത്, ദേശീയോദ്ഗ്രഥനത്തിൻ്റെ RSS ഭാഷ്യമാണ്. അത് നാനാത്വത്തിനെതിരായ ആഹ്വാനമാണ്. ഫെഡറലിസത്തെ വിഷവിത്തെന്നാണ് ഗോൾവാൾക്കർ വിശേഷിപ്പിച്ചതെന്ന് ഓർക്കണം. ഭാഷാപരമായും പ്രാദേശികമായും മതപരവുമായ വൈവിധ്യങ്ങളെ പിന്തുണയ്ക്കുന്നവരെ എക്കാലവും RSS ദേശവിരുദ്ധരായി കാണുന്നതിൻ്റെ കാരണം ഇതാണ്. കേണൽ സോഫിയ ഖുറേഷിയുടെ യൂണിഫോമും അവരുടെ തൊഴിൽപരമായ നേട്ടങ്ങളും മതിയാകില്ല അവരുടെ ദേശഭക്തി അളക്കപ്പെടാൻ. കാരണം അത് ഗോൾവാൾക്കർ അക്കമിട്ട് നിരത്തിയ ഉപാധികളിലൂടെ കടന്നുപോയിട്ടില്ല. അതുകൊണ്ടാണ് BJP മന്ത്രിക്ക് കേണൽ സോഫിയ ഖുറേഷി രാജ്യവിരുദ്ധരുടെ സഹോദരിയാകുന്നത്.